നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നമ്മുടെ BD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി UDF എന്ന് പറയുന്ന മുന്നണി വിടാൻ തയ്യാറായിരുന്നു 2021 എന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് എന്നാൽ അതിനുശേഷം താൻ വന്നതിന് ശേഷം 2021 ശേഷം ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഈ മുന്നണിയിൽ ആരും അങ്ങനെ മുന്നണി വിടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. മുന്നണി വിടാൻ തയ്യാറായിട്ടുമില്ല. എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ മാത്രമാണ് താൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു നിലയിലാണ്, അതായത് 2021 താൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോഴുള്ള ഒരു UDF അല്ല ഇന്നുള്ളത് എന്ന് പറഞ്ഞു വെക്കുകയാണ് VD സതീശൻ. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു, എന്താ പറയുക, ഒരു ചാക്കി കിടക്കുന്ന ഉള്ളികൾ പോലെ ഇങ്ങനെ കിടക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. UDF എന്ന് പറയുന്ന മുന്നണി അത്രത്തോളം എന്താ പറയുക ശക്തിമത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിവിടെ നോക്കേണ്ടത് 2021 എന്തുകൊണ്ട് UDF അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം 2021 വരെ, അതായത് ആദ്യത്തെ ഇടതുപക്ഷ സർക്കാരും അതോടൊപ്പം പ്രതിപക്ഷത്ത് രമേശ് ചെന്നിത്തലയും ഉള്ള കാലം 2021 അവസാനിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന കാലം. ഈ കാലത്തിന് ശേഷം 2021 ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം ചരിത്രത്തിൽ ആദ്യമായി ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന മുസ്ലിം ലീഗ് ആ മുന്നണി ബന്ധം അവസാനിപ്പിച്ച് പോകാൻ കാരണം ആരായിരിക്കാം എന്ന് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാവും. അതുവരെ പ്രതിപക്ഷത്ത് നയിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായ രമേശ് ചെന്നിത്തല മുന്നണി ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്ന് ഭംഗ്യന്തരേണ വ്യംഗ്യമായി പറഞ്ഞു വെൽക്കുകയാണ് VD സതീശൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ന് വെച്ചാൽ താൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു മാറ്റം UDFനുള്ളിൽ ഉണ്ടായത്. എന്ന് വെച്ചാൽ ചെന്നിത്തലയേക്കാൾ എന്തുകൊണ്ടും മികച്ച നേതാവ് തന്നെയാണ് താൻ. അപ്പോൾ ചെന്നിത്തലയേക്കാൾ മികച്ചൊരു നേതാവായതുകൊണ്ടാണല്ലോ തനിക്ക് എല്ലാ മുന്നണിക്കുള്ളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേ കുടക്കീഴിൽ എന്ന പോലെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ചെന്നിത്തലയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന നേതാവാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയാണ് VD സതീശൻ ചെയ്തത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പുതുയുഗ യാത്ര എന്ന് പറയുന്ന ഒരു സാധനം അവസാനിക്കുന്നു. ഈ പുതുയുഗ യാത്രയിൽ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കുമ്പോൾ പല നേതാക്കന്മാരെയും പിന്നിൽ നിർത്തിക്കൊണ്ട് VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ശക്തമായ മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ KC വേണുഗോപാലിനെ സൈഡാക്കി, രമേശ് ചെന്നിത്തലയെ സൈഡാക്കി, K മുരളീധരൻ ചിത്രത്തിലേ ഇല്ല, K സുധാകരൻ ചിത്രത്തിലേ ഇല്ലാത്ത രീതിയിൽ പ്രധാനപ്പെട്ട മുൻനിര നേതാക്കന്മാരെ എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ അടിച്ചൊതുക്കിക്കൊണ്ട് ഒരു സതീശനിസം എന്ന് പറയുന്ന ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയായിരുന്നു പുതുയുഗ യാത്ര എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇതിൽ പലർക്കും VD സതീശനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലർക്കും ഈ VD സതീശന്റെ ഈ ഒരു നീക്കത്തിനോട് ശക്തമായ എതിർപ്പ് പലർക്കുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വേള ആയതുകൊണ്ട് മാത്രം പലരും പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. എന്നിരുന്നാലും K സുധാകരൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്ക് മത്സരിക്കുമെന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് K സുധാകരൻ പറഞ്ഞിട്ടുള്ളത് VD സതീശനെതിരായി തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾ ഡേറ്റാ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്തിനാണ് ചെന്നിത്തല ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ്. ചെന്നിത്തല കൂടി ഈ ഒരു സ്പേസിലുണ്ട് എന്ന് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല, ചെന്നിത്തല കഴിവുകെട്ട ഒരു നേതാവാണ്, ഒരു ഘടകകക്ഷികളെ പോലും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളാണ് ചെന്നിത്തല എന്ന് ഈ പറയുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ VD സതീശന്റെ ഈ പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താനും കഴിയും. അപ്പം ചെന്നിത്തലയെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടും ചെന്നിത്തലയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും തന്നെയാണ് VD സതീശന്റെ ഈ വാക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇനി സതീശന്റെ ഈ വാക്കുകളിലൂടെ നമ്മൾ പോയാൽ എപ്പോഴാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നണി വിടാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യം
ഈ പറയുന്ന നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലോ തങ്ങളാണെങ്കിലോ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടോ ഇതുവരെ? അപ്പം മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് വ്യക്തമാക്കേണ്ടതാണ്. അതായത് അന്ന് ഇങ്ങനെ ഒരു തീരുമാനം 2021 തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി വിടാൻ പോകുന്നു എന്നൊരു തീരുമാനം അന്ന് ലീഗ് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീഗിനോട് വീണ്ടും അടുത്ത ചോദ്യം വരുന്നത്, അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ എന്തുകൊണ്ടാണ് ചെന്നിത്തലയുമായി ഇക്കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാതെ പോയത്? കാരണം അന്ന് ഉണ്ടായിരുന്ന ഒരാൾ ചെന്നിത്തലയാണ്, അതുവരെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ്. അപ്പം സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനോടുള്ള, അതുവരെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആ നേതാവിനോടുള്ള താല്പര്യക്കുറവ് കാരണമായിരിക്കുമല്ലോ സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു മുന്നണി വിടാൻ തീരുമാനമെടുക്കുന്നത്. കാരണം ഇനി അടുത്ത തവണയും ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. കാര്യം അത് മുന്നണിക്ക് തന്നെ ദോഷം ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിനകത്ത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തരത്തിൽ ചെന്നിത്തലയുമായി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് സതീശൻ ഇത്രയും കാര്യങ്ങൾ മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത്? അപ്പോൾ സതീശനുമായി ഇക്കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇക്കാര്യങ്ങളും വ്യക്തമാക്കേണ്ടതുണ്ട്. കാര്യം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി നിൽക്കാൻ സാധ്യതയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അത്രത്തോളം മലബാർ മേഖലകളിൽ UDF എന്ന് പറയുന്ന മുന്നണി ജയിക്കുന്നതിന് കാരണക്കാരായ ഒരു പാർട്ടിയാണ് ലീഗ്. അതിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് വേണമെന്നുണ്ടെങ്കിൽ ഈ മുന്നണി വിടാം. അപ്പം അപ്പം ലീഗ് വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വ്യക്തമാക്കില്ല. അത് എല്ലാവർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, എന്തിനാണ് മുന്നണി വിടാൻ തീരുമാനിച്ചത്? രണ്ട്, മുന്നണി വിടാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നിത്തലയ്ക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? 3, ചെന്നിത്തലയുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ? 4, ഇതിൽ VD സതീശൻ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു നേതാവാണ് എന്ന്, അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ലീഗ് ഉറപ്പിച്ചു പറഞ്ഞത്? അപ്പോൾ ഈ തുടക്കകാലത്ത് അതിനുശേഷം ഇങ്ങനെ VD സതീശൻ ഇത്രയും വലിയ ശക്തിയായി മാറുമെന്നോ, ഇങ്ങനെ ഒരു കോൺഗ്രസിനെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരാളായി മാറി ഈ പറയുന്ന അടുത്ത തവണ 2026 തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ മാറുമെന്നോ ഒക്കെയുള്ള ഒരു ഉറപ്പ് ഈ കുഞ്ഞാലിക്കുട്ടിക്കോ സാദിഖ് അലി തങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം കൂടി ലീഗ് വ്യക്തമാക്കേണ്ടതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കേണ്ട സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ സതീശൻ പറഞ്ഞത് ചെന്നിത്തലയ്ക്ക് എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധം തന്നെയാണ്. ഇവിടെ ചെന്നിത്തലയെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിരായുധനാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ VD സതീശൻ ലക്ഷ്യം വെച്ച ഈ ഒരു കാര്യം ചർച്ചയിൽ വന്നാൽ, തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു ചർച്ചയായി മാറുകയാണെങ്കിൽ തീർച്ചയായും അത് ചെന്നിത്തലയ്ക്ക് ദോഷമായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഈ പല ഘട്ടങ്ങളിലും VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, താനൊരു അധികാരഭ്രാന്തനല്ല എന്നും യാതൊരു അധികാരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേ സതീശൻ തന്നെ ഇതിനു മുൻപ് പല ആവർത്തി തനിക്ക് അധികാരമാണ്, അധികാരത്തിന് വേണ്ടി തന്നെയാണ് താനിതെല്ലാം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പം തനിക്ക് അധികാരം വേണമെന്നുള്ള ഒറ്റ ഭ്രാന്തിന്റെ പുറത്ത് ചെന്നിത്തലയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ചെന്നിത്തലയിലേക്ക് ചോദ്യങ്ങളെല്ലാം ചെന്നെത്തുന്നതിന് വേണ്ടിയിട്ടും തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒട്ടും നിരപരാധിത്വം തുളുമ്പി നിൽക്കുന്ന ഒന്നല്ല VD സതീശന്റെ ഈ പ്രഖ്യാപനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.